സഞ്ജു സാംസനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാത്തതുകൊണ്ടാണെന്നുള്ള വിവാദങ്ങൾ പുകയുകയാണിപ്പോൾ. താരത്തെ മാറ്റിയത് ക്യാപ്റ്റനും ചീഫ് സെലക്ടർമാരാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി. ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ സഞ്ജുവിനെ ടീമിലെടുക്കാൻ ശക്തമായി വാദിച്ചെന്നും എന്നാൽ ക്യാപ്റ്റൻ രോഹിത്തും ചീഫ് സെലക്ടർ അഗർക്കറും ഋഷഭ് പന്ത് മതിയെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 തീരുമാനിച്ചിരുന്ന ടീം പ്രഖ്യാപന വാർത്താ സമ്മേളനം വൈകിയത് സഞ്ജുവിന്റെ സെലക്ഷനും ഹർദിക്കിനെ വൈസ് ക്യാപ്റ്റൻ ആക്കണമെന്നുമുള്ള ഗംഭീറിന്റെ ആവശ്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കാരണമാണെന്നുമാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. രോഹിത്തും അഗർക്കറും നേരത്തെ തന്നെ ടീം പ്രഖ്യാപനത്തിനായി എത്തിയിരുന്നു. എന്നാൽ ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള അവസാനഘട്ട ചർച്ച നീണ്ടതോടെ വാർത്താ സമ്മേളനം വൈകിയെന്നാണ് വിലയിരുത്തുന്നത്. സഞ്ജുവും രാഹുലും വിക്കറ്റ് കീപ്പർമാരായി ടീമിൽ ഉണ്ടായിരിക്കണമെന്നായിരുന്നു ഗംഭീറിന്റെ പ്രതീക്ഷയും ആഗ്രഹവും. പക്ഷേ ഇടം കയ്യൻ ബാറ്ററായ പന്ത് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആകണമെന്നായിരുന്നു രോഹിത്തും അഗർക്കറും കൈക്കൊണ്ട നിലപാട്. ഇത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. രാഹുൽ ബാക്കപ്പുമായി. രോഹിത്തിന്റെ അഭാവത്തിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയെ നയിച്ചിട്ടുള്ള 2023 ലോകകപ്പിലും ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന ഹർദിക് പാണ്ഡ്യയെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും ഉപനായകനാക്കണമെന്ന ഗംഭീറിന്റെ ആവശ്യം അഗർക്കറും രോഹിത്തും തള്ളുകയായിരുന്നു. ഗിൽ വൈസ് ക്യാപ്റ്റൻ ആയാൽ മതിയെന്ന ഇരുവരുടെ നിലപാട് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജുവിനെ കേരള ടീമിൽ എടുക്കാതിരുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തലപ്പത്തുള്ളവരുടെ ഈഗോ കാരണമാണെന്ന് ശശി തരൂർ MP ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ശക്തമായി വിമർശിച്ചിരുന്നു. എന്നാൽ കാരണം പറയാതെ വിട്ടുനിന്നതുകൊണ്ടാണ് ഒഴിവാക്കിയതെന്ന് KCI പ്രസിഡന്റ് ജയേഷ് ജോർജ് പ്രതികരിക്കുകയും ചെയ്തു. വിജയ് ഹസാരയ്ക്കുള്ള 30-അംഗ ടീമിൽ സഞ്ജു ഉൾപ്പെട്ടിരുന്നു. പക്ഷേ അതിനു മുമ്പ് നടത്തിയ ക്യാമ്പിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. ക്യാമ്പിൽ പങ്കെടുക്കില്ലെന്ന ഒറ്റവരി സന്ദേശം മാത്രമായിരുന്നു അദ്ദേഹം KCI സെക്രട്ടറിക്ക് അയച്ചിരുന്നത്. മാത്രമല്ല കാരണവും വ്യക്തമാക്കിയിരുന്നില്ല. എത്ര വലിയ താരമായാലും KCIക്ക് ഒരു പോളിസി നിലനിൽക്കുന്നുണ്ട്. സഞ്ജുവിന് തോന്നുമ്പോൾ കളിക്കാനുള്ളതല്ല കേരള ടീം എന്നത്. വിജയ് ഹസാരയിൽ കളിക്കാതിരുന്നതിന് സഞ്ജുവിനെതിരെ നടപടിയെടുത്തുവെന്ന് BCIC CEO ചോദിക്കുകയും ചെയ്തിരുന്നു. ഇല്ലെന്നാണ് മറുപടിയായി അദ്ദേഹം നൽകിയത്. രഞ്ജി ട്രോഫിയുടെയും സഞ്ജു ഇങ്ങനെ കാരണമറിയിക്കാതെ പിന്മാറിയിട്ടും നടപടിയെടുത്തിരുന്നില്ല. എന്നാൽ KCIയിലെ ചില വ്യക്തികൾക്ക് മകനോട് വൈരാഗ്യമുണ്ടെന്നായിരുന്നു സഞ്ജുവിന്റെ പിതാവ് സാംസൺ വിശ്വനാഥി നടത്തിയ പ്രതികരണം. വിജയ് ഹസാരെ ട്രോഫി ക്യാമ്പിൽ പങ്കെടുക്കാത്തവരും കളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ജയേഷിനെ പോലെ ഉള്ളവരല്ല മറ്റു ചിലരാണ് സഞ്ജുവിനെതിരെ നിൽക്കുന്നതെന്നും KCI ആണ് സഞ്ജുവിന്റെ ഉയർച്ചയ്ക്ക് പ്രധാന കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.